Hello, welcome to Guide to CS Lectures. C Programming video സീരീസിന്റെ അടുത്ത ഒരു വീഡിയോ ആണ് നോക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് യൂസറിന്റെ അടുത്തുനിന്ന് രണ്ട് നമ്പേഴ്സ് വാങ്ങുന്നു, അതിനെ ആഡ് ചെയ്തിട്ട് അതിന്റെ സം ഡിസ്പ്ലേ ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ വൺ കമ്പൈലർ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെയാണ് ഇനിയാണ് നമ്മുടെ കോഡ് കൊടുക്കുന്നത് അല്ലേ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് വാല്യൂ എന്തെങ്കിലും സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഓർമ്മിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചില ബോക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഓരോ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിനും മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു, അത് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെമ്മറി സ്പേസിന് നമ്മളൊരു പേര് കൊടുത്ത് വിളിക്കും. ആ പേരിനെ നമുക്ക് ആ ഒരു കൺസെപ്റ്റിനെ നമുക്ക് വേരിയബിൾ എന്ന് പറയാം. അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് ഉള്ള മെമ്മറി ലൊക്കേഷൻ, അതിൻ്റെ നെയിം എന്നൊക്കെ മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു വേരിയബിൾ ഒരു കൺസെപ്റ്റ് ആണ്, അതിനകത്ത് നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. വേരിയബിളിനൊരു നെയിം ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ പറയേണ്ട ചില കാര്യമുണ്ട്. അതായത് നമുക്ക് എന്ത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റിജർ വാല്യൂ ആകാം, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആകാം, ചിലപ്പോൾ ഒരു വേർഡ്, ഒരു ക്യാരക്ടർ ആകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആകാം. പല കാര്യങ്ങൾ സ്റ്റോർ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ പറയുന്നു, എനിക്ക് എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ യൂസർ എനിക്ക് തരേണ്ടത് രണ്ട് ഇൻറ്റിജർ വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യേണ്ട വേരിയബിളിന് ഇൻറ്റ് എന്നുള്ള കീവേഡ് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് നമ്പർ എന്നുള്ള മീനിങ്ങിൽ ഫസ്റ്റ് അണ്ടർസ്കോർ NO എന്ന് കൊടുത്തു. ഇനി എനിക്ക് ഒരു നമ്പർ കൂടെ വേണം അല്ലെ, സെക്കൻഡ് നമ്പർ. അപ്പൊ ഞാനതിന് സെക്കൻഡ് NO എന്ന് കൊടുത്തു. ഇനിയപ്പോ രണ്ട് വേരിയബിൾ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത് അല്ലെ. ഇനി ഈ രണ്ട് വേരിയബിൾ മാത്രം മതിയോ? നമുക്ക് എന്താ വേണ്ട? നമ്മുടെ വേണ്ട കാര്യം ഏതാ? രണ്ട് നമ്പർ യൂസറിന്റെ അടുത്ത് നിന്ന് മേടിക്കുക, എന്നിട്ട് അതിനെ സം ചെയ്യുക, റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുക. അപ്പൊ ഇനി റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂടെ വേണമല്ലോ. ഇപ്പൊ റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂടെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇതെല്ലാം വേരിയബിൾസ് ആണ്. ഫസ്റ്റ് NO, സെക്കൻഡ് NO, റിസൾട്ട്, ഇതെല്ലാം വേരിയബിൾസ് ആണ്. ഫസ്റ്റ് നമ്പറിൽ ആദ്യത്തെ നമ്പർ സ്റ്റോർ ചെയ്യും, സെക്കൻഡിൽ സെക്കൻഡ് നമ്പർ സ്റ്റോർ ചെയ്യും, റിസൾട്ടിൽ അതിന്റെ സം കാൽക്കുലേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് ഈ രണ്ട് നമ്പർ യൂസറിന്റെ അടുത്തുനിന്ന് മേടിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് യൂസറിനോട് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ എന്താ കൊടുത്തിരുന്നത്? printf എന്ന് പറയുന്ന കമാൻഡാണ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ റിവേഴ്സ്, യൂസറിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ, കോഡിലേക്ക് വേണം, പ്രോഗ്രാമിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന കമാൻഡ് scanf ആണ്. ഇപ്പൊ scanf എന്ന് കൊടുക്കുക. ഇനി ഇവിടെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ എഴുതുന്നു, അത് നിങ്ങളിപ്പോ എന്താന്ന് പിന്നീട് മനസ്സിലാക്കാം. scanf എന്ന് എഴുതി ഡബിൾ കോഡിനകത്ത് %d പിന്നെ ഒരു %d കൂടെ കൊടുത്തു അല്ലെ. എന്നിട്ട് ഒരു കോമ പുറത്ത്, കോഡ്സിന് പുറത്തൊരു കോമ കൊടുത്തു. ഇനി എന്താ? ഇനി നമുക്ക് ഈ രണ്ട് നമ്പറും യൂസറിന്റെ അടുത്തുനിന്ന് മേടിക്കണം. അതിനു വേണ്ടിയിട്ട് ആംപർസാൻഡ് എന്ന് പറയുന്ന സിമ്പൽ യൂസ് ചെയ്യുക. ഫസ്റ്റ് അണ്ടർസ്കോർ NO, കോമ, ആംപർസാൻഡ്, സെക്കൻഡ് അണ്ടർസ്കോർ NO. ഇത്രയും കഴിഞ്ഞ് ദെൻ എൻഡിൽ സെമിക്കോളൻ കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ വന്നിട്ട് റിസൾട്ട് ഈസ് ഈക്വൽ ടു ഫസ്റ്റ്
NO പ്ലസ് സെക്കൻഡ് NO എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇനി ഈ റിസൾട്ട് നമുക്കൊന്ന് കാണണം അല്ലേ? റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്, അതായത് യൂസറിന് എന്തെങ്കിലും വാല്യൂ പ്രിന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് printf ആണല്ലോ. അപ്പൊ നമുക്കിവിടെ ഈ റിസൾട്ട് എന്നുള്ളത് പ്രിന്റ് ചെയ്യാം. അപ്പൊ അതിന് വീണ്ടും printf-നകത്ത് ഞാനൊരു %d എന്ന് പറയുന്ന ഒരു സിമ്പിൾ കൊടുക്കുന്നു. സിമ്പിൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. പുറത്തിറങ്ങി കോമ കൊടുത്തിട്ട് റിസൾട്ട് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ സെമിക്കോളൻ കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിനൊന്ന് റൺ ചെയ്ത് കണ്ടാലോ? അപ്പൊ ഞാൻ റൺ ചെയ്തു. ഞാനിവിടെ ഓരോ നമ്പറായിട്ട്, എന്താ 2 നമ്പർ അല്ലേ യൂസർ നൽകേണ്ടത്? അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്പർ ഞാൻ 3 എന്ന് കൊടുത്തു, സെക്കൻഡ് നമ്പർ 5 എന്ന് കൊടുത്തു. ആൻസർ വന്നല്ലോ, 8 എന്നുള്ള ആൻസർ വന്നില്ലേ? ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമുക്ക് ഫസ്റ്റ് ഓക്കെ, ഈ ഫസ്റ്റ് NO എന്ന് പറയുന്നത് ഒരു വേരിയബിൾ നെയിമാണ്. ഇതിന് ഞാനിപ്പോ ഫസ്റ്റ് NO എന്ന് തന്നെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. എനിക്കെന്ത് കൊടുക്കാം? ഫസ്റ്റ് എന്ന് മാത്രം വേണമെങ്കിൽ കൊടുക്കാം, NO എന്നുള്ളത് വേണ്ട. സെക്കൻഡ് അണ്ടർസ്കോർ NO എന്ന് കൊടുത്തു, അതും അങ്ങനെ തന്നെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പിന്നെ എന്തിനാ അങ്ങനെ കൊടുത്തതെന്ന് ചോദിച്ചാൽ, നമുക്ക് കോഡ് എഴുതുമ്പോൾ എപ്പോഴും കോഡ് വേറൊരാൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകണം. അതിനു വേണ്ടിയിട്ടാണ് ഓരോ വേരിയബിൾ നെയിം കൊടുക്കുമ്പോഴും ആ വേരിയബിളിൽ എന്താ സ്റ്റോർ ചെയ്യുന്നത് അതുമായിട്ടൊരു റിലേറ്റ് ചെയ്യുന്ന നെയിം കൊടുക്കുക. അതുകൊണ്ടാണ് ഞാനിവിടെ ഫസ്റ്റ് എന്ന് സെക്കൻഡ് എന്നും കൊടുത്തത്. ഈ ഫസ്റ്റ് എന്ന് കൊടുത്ത സ്ഥലത്ത് വേണമെങ്കിൽ എനിക്ക് സെക്കൻഡ് എന്നോ തേർഡ് എന്നോ ഒക്കെ കൊടുക്കാം. സെക്കൻഡ് എന്നോ തേർഡ് എന്നോ ഫോർത്ത് എന്നോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. ഓക്കെ, ഒരു കോഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇത്രയൊരു ലൈൻ ഓഫ് കോഡ് ആണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കില്ല. അടുത്ത പ്രോഗ്രാമിലേക്ക് അങ്ങ് പോകും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ കോഡിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോവാം. അപ്പൊ അതിൽ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ പറ്റും. ഈ ഫസ്റ്റ് ഒന്നും സെക്കൻഡ് ഒന്നും കൊടുക്കണമെന്നില്ല. ഇപ്പൊ നിങ്ങളുടെ പേര് കൊടുത്താലും അതും ഓക്കെയാണ്. ഇനി ഞാൻ ഇഷ്ടമുള്ളത് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. വേരിയബിൾ നെയിം കൊടുക്കുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അതെന്താന്നുള്ളത്, അതായത് ഡിജിറ്റ് കൊടുക്കാവോ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കൊടുക്കാവോ, അങ്ങനെയൊക്കെ കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ തിയറിറ്റിക്കൽ പോർഷൻ ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല, കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അതൊക്കെ അവിടെ നിന്നോട്ടെ. അപ്പൊ ഇപ്പോ ഫസ്റ്റ് എന്ന് കൊടുക്കുന്നതിൽ വേറെ ആൽഫബറ്റ്സ് ഒന്നും കൊടുക്കുന്നതിൽ പ്രശ്നമില്ല, അണ്ടർസ്കോർ കൊടുക്കാൻ പ്രശ്നമില്ല. അത്രമാത്രം മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ സ്കാൻഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തത് അല്ലെ. സ്കാൻഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതി. ഈ സ്കാൻഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനകത്താണ് ഞാൻ എനിക്ക് റീഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ യൂസർ എനിക്ക് തരേണ്ട വാല്യൂ, അത് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ ഒക്കെ മെൻഷൻ ചെയ്തത്. ഇതിനും കുറെ അധികം തിയറി ഒക്കെ ഉണ്ട്, അതൊന്നും ഇപ്പൊ പറയുന്നില്ല. അതായത് ഇപ്പൊ നമുക്കൊരു പ്രോഗ്രാം ചെയ്യാൻ മാത്രമാണ് പഠിക്കുന്നത്, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ തിയറി ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഈ %d എന്നുള്ളത് കണ്ടോ, അത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക. എനിക്ക് ഒരു വേരിയബിൾ നെയിം റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു %d കൊടുക്കുക. എനിക്ക് 2 വേരിയബിൾ നെയിം റീഡ് ചെയ്യണമെങ്കിൽ 2 %d കൊടുക്കുക എന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് ചെറിയ ചേഞ്ച് വരുത്തുകയാണേ. ചേഞ്ച് വരുത്തുന്നത് ഈ സ്കാൻഫ് സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്ത് കളയുക. അതങ്ങ് കളഞ്ഞു. ഇത് മറ്റൊരു രീതി കൊടുക്കാൻ പോവാണേ. ഇങ്ങനെയാണ് scanf %d
ഇപ്പൊ ഞാൻ 1% ഡി കൊടുത്തുള്ളൂ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞ, ഒരു വേരിയബിൾ റീഡ് ചെയ്യാൻ 1% ഡി കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് മാത്രം റീഡ് ചെയ്തു, കണ്ടോ? അപ്പൊ വേരിയബിൾ നെയിമിന്റെ ലെഫ്റ്റ് സൈഡിൽ ആംപർസാൻഡ് കൊടുക്കാൻ മറക്കണ്ട. നെക്സ്റ്റ് സ്കാനഫ് കൊടുക്കുക, വീണ്ടും %d കൊടുത്തു, ആ കോട്ടിന് കഴിഞ്ഞിട്ട് കോമ കൊടുക്കുക, ആംപർസാൻഡ് സെക്കൻഡ്, ഇവിടെ സെക്കൻഡ് എന്നൊന്നുണ്ട്, അപ്പൊ സെക്കൻഡ് നമ്പർ എന്ന് കൊടുത്തു, സെമിക്കോളൻ കൊടുത്തു. ഇനി എന്താ, ഈ ഫസ്റ്റ് എന്നൊന്നല്ല ഫസ്റ്റ് ആണെന്ന് നമ്മൾ ചേഞ്ച് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ റിസൾട്ട് ഈക്വൽ ടു ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് എന്നോ. ഇനി നമുക്ക് റിസൾട്ട് നോക്കാം, റൺ ചെയ്ത് നോക്കി റിസൾട്ട് നോക്കാം. അപ്പൊ സെയിം 3 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് 5 കൊടുത്തു, ആൻസർ 8 തന്നെയല്ലേ. അപ്പൊ ഇങ്ങനെ കൊടുത്താലും പ്രശ്നമൊന്നും ഇല്ലെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെന്റിലും ഞാനൊരു സ്റ്റേറ്റ്മെന്റിന്റെ എൻഡിൽ ഒരു സെമിക്കോളൻ എന്ന് പറയുന്ന സിമ്പൽ ഇടുന്നതാണ് അല്ലേ. ഇനി ഞാൻ എന്താ, ഈ സ്കാനഫിലെ സെമിക്കോളൻ ഞാൻ അങ്ങ് എടുത്ത് കളഞ്ഞു. ഇനി ഞാനിന്ന് റൺ ചെയ്യുക. ഇപ്പൊ എന്ത് വന്നു, ഇത്രയും നേരം കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടിരുന്ന പ്രോഗ്രാം എന്ത് പറ്റി, എന്തൊക്കെയോ ഇവിടെ എറേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലെ. റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന എല്ലാം എററാണ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എറർ കറക്ഷൻ ആണ്. നമുക്ക് ഒരു പ്രോഗ്രാം, ഇപ്പൊ നമുക്ക് എന്താ, എന്ത് കാര്യം പഠിക്കുമ്പോഴും നമുക്ക് മിസ്റ്റേക്സ് വരും, മിസ്റ്റേക്സിലൂടെ പഠിക്കാൻ പറ്റുള്ളൂ അല്ലെ. അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കാര്യവും മിസ്റ്റേക്സ് വന്നാൽ മാത്രമേ അവിടെ അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ എന്താണ്, ഇന്റൻഷനലി ആ ഒരു സെമിക്കോളൻ എടുത്ത് കളഞ്ഞതാ ആണല്ലോ. അപ്പൊ എന്ത് എറർ വന്നു എന്നുള്ളത് നോക്കിക്കേ. ഇത് ഇൻ ഫങ്ഷൻ മെയിൻ എന്ന് പറയുന്ന ഫങ്ഷനില്, മെയിൻ എന്ന് പറയുന്ന ഏതാ, ഞാനിവിടെ വോയിഡ് മെയിൻ എന്ന് എഴുതിയില്ലേ, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു അതൊന്നും ശ്രദ്ധിക്കണ്ടെന്ന് പറഞ്ഞില്ലേ. ആ ഒരു കോഡില് മെയിൻ എന്ന് പറയുന്ന കണ്ടോ, ആ മെയിൻ എന്ന് പറയുന്ന ഫങ്ഷനില് എന്താണ് എക്സ്പെക്റ്റഡ് സെമിക്കോളൻ ബിഫോർ സ്കാനഫ്. മെയിൻ ഫങ്ഷനകത്ത്, മെയിൻ എന്ന് പറയുന്ന ഫങ്ഷനകത്ത് സ്കാനഫിന് മുന്നേ ആയിട്ട് ഒരു സെമിക്കോളൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് ഇട്ടിട്ടുണ്ടോ എന്നാ ചോദിക്കണേ. ഇനി നെക്സ്റ്റ് ലൈനിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എവിടാണ് ആ സെമിക്കോളൻ വരേണ്ടത് എന്നുള്ളതെല്ലാം വളരെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് എറർ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ പലപ്പോഴും നമുക്ക് വലിയ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ ഒരു സെമിക്കോളനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുമ്പോഴാണ് വലിയ പ്രോഗ്രാം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എക്സാമിനൊക്കെ. ഈ എറർ കറക്ഷനാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഞാൻ തിരിച്ച സെമിക്കോളൻ അവിടെ കൊടുത്തു, എന്നിട്ട് റൺ ചെയ്തു. ഇപ്പൊ നമുക്ക് വാല്യൂ നോക്കാം. 3, 5 കൊടുത്തു, 3 കൊടുത്തു, 5 കൊടുത്തു, ആൻസർ 8 വന്നില്ലേ. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി എന്താ, ഞാൻ ഇനി ഇതിന്റെ മേളിലെ ലൈനിലെ സെമിക്കോളൻ എടുത്ത് കളഞ്ഞു, എന്നിട്ട് റൺ ചെയ്തു. ഇപ്പോഴും വന്നു അല്ലേ, എറർ എല്ലാം വന്നു. അപ്പൊ എറർ കാണുമ്പോഴുണ്ടല്ലോ ആദ്യം എന്താ ചെയ്യണമെന്ന് അറിയാവോ, ഏറ്റവും ഫസ്റ്റിലുള്ള എറർ എന്താന്നുള്ളത് നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഫസ്റ്റിൽ വരുന്ന എറർ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എറേഴ്സ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് എലിമിനേറ്റ് ആകാറുണ്ട് ചില കേസിൽ. അപ്പൊ ഇവിടെയും ഒരു സെമിക്കോളൻ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടല്ലേ. സ്കാനഫിന് മുന്നേ സെമിക്കോളൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ സെമിക്കോളൻ ഇട്ട് കൊടുത്തു, എന്നിട്ട് റൺ ചെയ്തു. 3, 5, 8 ആൻസർ വന്നല്ലോ. ഇപ്പൊ ഓക്കെ ആണല്ലോ. നമുക്ക് ഈ പ്രോഗ്രാമിന് തന്നെ പല രീതിയിൽ മാറ്റം എഴുതി അതുപോലെ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും
പഠിച്ചു അല്ലേ? അപ്പൊ ഇതിൽ തന്നെ ഇനി ഒരുപാട് എററുകൾ നമുക്ക് വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ എററാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫംഗ്ഷനകത്ത് വരുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ എററാണ്. ഇപ്പൊ ഞാൻ സ്കാൻഫ് ലേസർ എടുത്ത് മാറ്റി. ഇപ്പൊ നമുക്ക് എന്ത് എററാ വരുന്നതെന്നുള്ളത് നോക്കാം. എന്ത് എററാ വന്നിരിക്കണേ? implicit declaration of function CANF. അത് സ്കാൻഫ് ആണോ മീൻ ചെയ്യുന്നതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് സ്കാൻഫ് തന്നെയാണ് മീൻ ചെയ്തിരിക്കുന്നത്. ഞാൻ എസ് ഇട്ടു. അപ്പൊ ഇതാണ് എങ്ങനെ ഒരു യൂസറിന്റെ അടുത്തുനിന്ന് വാല്യൂ റീഡ് ചെയ്തിട്ട് ഔട്ട്പുട്ടിൽ സം ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.